എസെക്കിയേൽ ദർശനങ്ങളിലൂടെ സംസാരിച്ച പ്രവാചകൻ. കേബാർ നദിയുടെ തീരത്തിരുന്ന് 4 മുഖങ്ങളുള്ള ജീവികളുടെ മുകളിൽ തേരിൽ വരുന്ന ദൈവത്തെ അവൻ കാണുന്നു. ദൈവത്തെ ഒരു സ്ഥലത്ത് മാത്രം തളച്ചിടാനാവുകയില്ല. തൻ്റെ ജനത്തോടൊപ്പം വിപ്രവാസത്തിലും വിജാതിയരുടെ ഇടയിലും ദൈവം ചുറ്റിക്കറങ്ങി നടക്കുന്നു. അവൻ്റെ വിളിയിൽ തന്നെ കർത്താവ് അവനോട് പറഞ്ഞു, ധിക്കാരികളുടെ ഭവനമാണിത്. അവർ നിന്നെ കേട്ടില്ലെങ്കിലും നീ അവരോട് സംസാരിക്കണം. പിതാക്കന്മാർ പുളിപ്പുള്ള മുന്തിരിങ്ങ കഴിച്ചു, അതുകൊണ്ട് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് പറയുന്ന പഴഞ്ചൊല്ല് ഇനിമേലില്ല. പാപം ചെയ്യുന്നവൻ തീർച്ചയായും നശിക്കും. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ് അവൻ്റെ തിരഞ്ഞെടുപ്പ്. പിതാക്കന്മാർക്ക് വേണ്ടിയല്ല മക്കളെ ശിക്ഷിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ തെറ്റുമൂലമാണ് ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരുന്നത്. നീ കാവൽക്കാരനാണ്. നീ അവരോട് പറയാത്തത് മൂലം അവർ കുറ്റം ചെയ്താൽ അതിൻ്റെ ശിക്ഷ നിനക്ക് കൂടിയാണ്. നീ പറഞ്ഞിട്ടും അവർ തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷ അവർക്ക് മാത്രമായിരിക്കും. ഇസ്രായേലിന്റെ പാപം അവിശ്വസ്തതയും വിഗ്രഹാരാധനയും അനീതിയുമാണ്. എസെക്കിയേൽ പറയുക, പരമപരിശുദ്ധനായ ദൈവത്തിനെതിരെ ചെയ്യുന്ന അശുദ്ധിയാണ് പാപം. അതുകൊണ്ട് തന്നെ അശുദ്ധിയുള്ളിടത്ത് ദൈവം വസിക്കുന്നില്ല. ദൈവം ദേവാലയത്തിൽ നിന്ന് പടിയിറങ്ങി പോകുന്നതായിട്ടുള്ള ദർശനം അവൻ കാണുന്നു. വീണ്ടും പുനരുദ്ധരിക്കാനായി അവൻ കൊടുക്കുന്നത് 36-ാം അധ്യായത്തിൽ, നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം ഞാൻ നൽകും, എന്റെ ചൈതന്യം ഞാൻ അതിൽ നിക്ഷേപിക്കും, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായൊരു ഹൃദയം നിങ്ങളിൽ നിക്ഷേപിക്കും. ഇസ്രായേൽ തെറ്റ് ചെയ്തത് ഇടയന്മാർ മൂലമാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഇനിമേൽ ഈ ഇടയന്മാരെയൊക്കെ മാറ്റി ഞാൻ തന്നെ നിങ്ങളുടെ ഇടയനാകും. പുതിയ നിയമത്തിലെ നല്ലിടയന്റെ മുന്നാസ്വാദനം. 37-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അസ്ഥികളുടെ താഴ്വര നാം കാണും. പ്രവാചകൻ പ്രവചിച്ച ഉടനെ കിരികിരാ ശബ്ദത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്ന അസ്ഥികൾ. ഇസ്രായേലിനോട്, ജീവിച്ചിരിക്കുന്ന ഇസ്രായേലിനോട് പ്രസംഗിച്ചിട്ട് പ്രതികരണമില്ലാതിരുന്നപ്പോൾ മരിച്ച അസ്ഥികൾ പ്രവചനം കേട്ടയുടനെ ഉയർത്തെഴുന്നേൽക്കുന്നു. 40-ാം അധ്യായത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ മഹത്വം ദേവാലയത്തിലേക്ക് തിരിച്ചു കയറുന്നു. അവിടെ നിന്ന് അരുവിയൊഴുകുന്നു. അത് ലോകം മുഴുവൻ ജീവൻ പ്രദാനം ചെയ്യുന്നു. ജീവൻ നൽകുന്ന, സമൃദ്ധി നൽകുന്ന, ഐശ്വര്യം നൽകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ദേവാലയം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ജനത്തിൻ്റെ മധ്യേ. ഈ നോമ്പുകാലം എസെക്കിയേൽ നമ്മളോടും ആവശ്യപ്പെടുക, പരമപരിശുദ്ധൻ്റെ അടുത്തേക്ക് വിശുദ്ധിയോടെ കടന്നു ചെല്ലാൻ നമുക്കാകുമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.